ലാസ്റ്റ് ഒരു 2 weeks 1 month ஆகிட்ட டெய்லி வீடியோஸ் டெய்லி அதை எடுத்துட்டு யூடியூபர்ஸ் எல்லாம் தேவையில்லாதது அசிங்கமா எடி வாடி என்னது மரியாதை இல்லாமல் ஒருத்தரும் ஃபேக் அக்கௌண்ட்ல இருந்து நிறைய பேர் இப்போல்லாம் எல்லாம் ஸ்டார்ட் பண்ணி இல்லை ஃபேக் அக்கௌண்ட் இல்லை நான் எல்லாருமே ചെന്നൈയിൽ ഇരുന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു ഞാൻ കോഹ്ലിയെ വാടി പൊടിയെന്ന് വിളിച്ചതിന് കേസ് കൊടുക്കാനായിട്ട് പോയിരിക്കുന്നു. കോഹ്ലിയെ വാടി പൊടിയെന്ന് വിളിച്ചത് ഇങ്ങേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ അസിംഗമായി സംസാരിക്കുന്നുവെന്ന് ഈ പറയുന്ന ബാല മീഡിയാസിനെ പൈസ കൊടുത്ത് വിളിച്ചു വരുത്തി അമൃതയെക്കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമൃതയെ അരുതാത്ത രീതിയിൽ കണ്ടതുകൊണ്ടാണ് ഡിവോഴ്സ് ചെയ്തതെന്ന് പോലും പറയാൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നില്ലേ. അമൃതയെ വിളിച്ച് ഇന്റൻഷനലി പ്രൊവോക്ക് ചെയ്തതിന് ശേഷം ഗതികെട്ടിട്ട് അമൃത എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് ശേഷം അമൃതേനെയും അമൃതയുടെ ഫാമിലിനെയും ഒക്കെ തെറി വിളിപ്പിക്കുന്ന സമയത്ത് ഈ ബാലചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. ഇപ്പൊ അങ്ങോട്ട് കിട്ടുമ്പോൾ എന്താ സഹിക്കാൻ പറ്റുന്നില്ലേ? അതുപോലെ തന്നെ എലിസബത്തിനെ എന്തെല്ലാം രീതിയിൽ ത്രട്ടം ചെയ്തിരിക്കുന്നു. അസിംഗമായി പേസിയിരിക്കുന്നു ഉങ്ങളുടെ മാമ. എലിസബത്ത് കാലങ്ങളായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നും എലിസബത്തിന് ഫസ്റ്റ് മാരേജിനെ കുറിച്ച് ഇപ്പൊ പറയും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എലിസബത്ത് ഉണ്ടാവേ ഇല്ല എന്ന് പറയുന്നു. എലിസബത്ത് അവിടുന്ന് പൈസ മോഷ്ടിച്ചിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒന്നും നോക്കാതെ അവനവന്റെ കാര്യം നോക്കി പോയിരുന്ന എലിസബത്തിന്റെ ചാനലിൽ പോയി അവരെ പ്രൊവോക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെയൊക്കെ വരുമെന്ന്, ഇങ്ങനെയൊക്കെ അസിംഗപ്പെടുമെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾക്ക് മാത്രമല്ല ഇപ്പുറത്തിരിക്കുന്ന അമൃതക്കും എലിസബത്തിനും ഒക്കെ ഈ പറയുന്ന നാണവും മാനവും ഉണ്ടെന്ന് ഓർക്കണമായിരുന്നു. ചെന്നൈയിലിരുന്ന് ഒരു കാര്യം പറഞ്ഞു, അതിപ്പോൾ സത്യമായില്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഇത് ഒരു മാസീവ് അറ്റാക്ക്, ഒരാളല്ല, എല്ലാവരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ക്യാപ്റ്റൻ ഉണ്ട്, 4-5 പേരാണ് ചെയ്യുന്നതിന്. പിന്നെ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടല്ലേ, 2 യൂട്യൂബേഴ്സ് തൃശ്ശൂർ കൈ കൊടുത്തതൊക്കെ കണ്ടായിരുന്നോ നിങ്ങൾ? അത് കണ്ടായിരുന്നല്ലോ. ഏത് വീഡിയോ മനസ്സിലാവുന്നുണ്ടോ? പേരെടുത്ത് പറയണോ? പരാതി കൊടുത്തിരിക്കേ, അതുകൊണ്ട് ഇപ്പൊ പേര് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ത് മാസീവ് അറ്റാക്കിനെ കുറിച്ചാണ് ഇങ്ങേര് പറയുന്നത്? ഇങ്ങേരാണ് മാസീവായിട്ട് അമൃതേനെയും അതുപോലെ തന്നെ എലിസബത്തിനെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എലിസബത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിൽ സങ്കടം തോന്നി അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായി പോയതിനെയാണോ ഇപ്പം മാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്? അത് അമൃതേനെ ഉദ്ദേശിച്ചിട്ടാണോ മാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്? പിന്നെ അമൃതക്ക് ഇതല്ലേ പണി നിങ്ങളെ വന്നിട്ട് മാസീവായിട്ട് അറ്റാക്ക് ചെയ്യല്ലേ? கமெண்ட் எத்தனை பேர் வேணும் பாருங்க. ஒரு சேனல்ல ஒரு சீரீஸ் மாதிரி ஒரு ஹஸ்பண்ட் அண்ட் ஒய்ஃபை டேமேஜ் பண்றாங்க. ஒரு பேஷண்ட், நான் ஜீவிதம் முழுவன் நான் டேப்லெட்ஸ் കഴിക്കണം, മനസമാധാനമായിട്ട് ജീവിக்கிறேன். ചത്തുപോയ எனக்கு തിരിച്ച് ജീവൻ ദൈവം കൊടുത്താ ഇപ്പൊ அந்த ജീവനെ എടുക്കുന്നதுக்காக ശ്രമിക്കുന്നீங்களா? ചത്തുപോകാൻ പോയിട്ടുള്ള ബാലക്ക് ദൈവം ജീവൻ നൽകിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ചെയ്ത പാവങ്ങളെല്ലാം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. അമൃത എത്ര പാവമായിരുന്നു എന്നുള്ളത് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാം അറിയാവുന്നതാണ്. ആ പാവത്തിനെ പറ്റിച്ച് കല്യാണം കഴിച്ചിട്ട് ഇന്ന് വരെയും ഉപദ്രവിച്ചതിനും അതുപോലെ തന്നെ എലിസബത്തിനെ ഉപദ്രവിച്ചതിനും എല്ലാം കണക്ക് പറഞ്ഞ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ബാലയ്ക്ക് 2ാം ജന്മം കൊടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ എന്താ അന്ന് പറഞ്ഞത്? ഞാൻ കല്യാണം കഴിക്കും, എനിക്ക് കുടുംബ ജീവിതം, എനിക്കും കുട്ടികൾ വേണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കുട്ടി ജനിക്കുന്നതൊക്കെ ആർക്കും ഇഷ്ടമില്ലേ? ഇയാൾ എന്ത് കോക്കനട്ടാണ് സംസാരിക്കുന്നത്? ലെറ്റ്സ് സ്റ്റിക്ക് ടു ദി ടോപ്പിക് വിച്ച് ഇസ് റിലവന്റ്. ഇയാൾ നമ്മളോട് ചോദിച്ചിട്ടാണ് കുട്ടി ഉണ്ടാക്കുന്നത്? അതാണ് ഇവിടുത്തെ പ്രോബ്ലം. ഇവിടെ എന്തിനാണോ പരാതി കൊടുക്കാൻ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. ബാലയുടെ വിചാരം ബാല സംസാരിക്കുന്നത് തമിഴ് ഓഡിയൻസിന്റെ അടുത്താണെന്നാണ്. എന്താണ് തമിഴ് ഓഡിയൻസിന്റെയും മലയാളം ഓഡിയൻസിന്റെയും ഡിഫറൻസ് എന്നുള്ളത് ഇയാൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ്. ഞാൻ റേപ്പ് ചെയ്യുവോ? ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യുവോ? അത് നിങ്ങൾ വിശ്വസിക്കുവോ? ഇയാൾ റേപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് മീഡിയക്കാർക്ക് എങ്ങനെയാണ് അറിയാം? ഇയാൾ റേപ്പ് ചെയ്യാൻ പോകുന്നിടത്തൊക്കെ മീഡിയക്കാരെ വിളിച്ചുകൊണ്ടാണോ പോകുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും റേപ്പ് ചെയ്യാൻ പോകുന്ന സമയത്ത് മീഡിയക്കാരെ കൊണ്ടുപോവോ? ഇത് നോൺസെൻസ് ആണ് ഇയാൾ സംസാരിക്കുന്നത്. അത് ഇന്ന് വരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പഠിച്ച ആളല്ലേ, വിദ്യാഭ്യാസമുള്ള ആളല്ലേ, അവർ ഡോക്ടറല്ലേ? വിദ്യാഭ്യാസമുള്ള ഒരു ഡോക്ടറിനെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏൻ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കില്ല? അത് സിറ്റി കമ്മീഷണർ ചെന്നൈയിൽ അത് എനിക്കിட்ட റെക്കോർഡ് ഇருக்கு. അന്നേ ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കேன். അന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെക്കോർഡ് എൻ്റെ കയ്യിലിരിക്കും. എല്ലാം കാണിച്ചു കൊടുത്തു. എല്ലാ വിക്ടിംസിനും പുറത്ത് വന്നിട്ട് പറയാനുള്ള ശക്തി ഉണ്ടാവണമെന്നില്ല. എസ്പെഷ്യലി അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾ ഇത്രയും മണി പവറുള്ള ആളുകളാവുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നോ എന്ത് ചെയ്യണമെന്നോ അവർക്ക് ആ സിറ്റുവേഷനിൽ മനസ്സിലാവണമെന്നില്ല. ഷീ ഈസ് എ ഹാർബർ ഡിപ്രഷൻ പേഷ്യന്റ്. എന്തുകൊണ്ട് 2 ആഴ്ചയാണ് അന്ന് ഫസ്റ്റ് മാരേജ് പോയത്? അവൻ ഡോക്ടർ, അവനക്ക് ബുദ്ധി ഉണ്ടായിരുന്നു, മെന്റലി അൺസ്റ്റേബിൾ. ഇപ്പൊ തന്നെ ഇയാൾ എലിസബത്തിനെ ഹരാസ് ചെയ്യാണ്. ഇല്ലാത്ത അസുഖത്തിനെ കുറിച്ച് സംസാരിക്കുന്നു. എലിസബത്തിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നു. ഇതിനൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇയാളുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് എന്തും സംസാരിക്കാമെന്നാണ്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഈ മീഡിയക്കാർക്ക് ഒരു അക്ഷരം പോലും തിരിച്ചു ചോദിക്കാനില്ല. ഞാൻ ഓർക്കുമായിരുന്നു ഒരാൾ പോലും ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരുത്തിന് പോലും ചങ്കുറപ്പില്ലേന്ന്.
ഒരു ലങ്കറപ്പുള്ള ഒരുത്തം പോലും ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്കൊക്കെ വാ തുറക്കണമെങ്കിൽ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകണമായിരിക്കും അല്ലേ? അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വന്ന് വാ തോരാതെ ഒരാഴ്ച ആണെങ്കിലും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കും. പിന്നെ അന്ത് ചർച്ചയായി, അതായി ഇതായി എന്തൊക്കെ കാണണം. ആ എലിസബത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ട് ഇടുന്നത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നാണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? കുറച്ചെങ്കിലും മാധ്യമധർമ്മം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്യുമായിരുന്നില്ലേ? ഇപ്പൊ കോഹ്ലി എഡി ബോഡി വിളിച്ചത് റിപ്പോർട്ട് ചെയ്യാനായി വന്നിരിക്കുന്നു. ഷെയ്ം ഓൺ യു മീഡിയ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല.